accessibility, demographics, regulation and permits, space and layout, water and electricity, competition, future and growth extraction. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ലൊക്കേഷനിൽ നമുക്ക് ജീവനക്കാർക്കാണെങ്കിലും അതുപോലെ തന്നെ അവിടെ വരുന്ന കാർ വാഷിന് വരുന്ന ആൾക്കാർക്കാണെങ്കിലും പെട്ടെന്ന് അവിടെ എത്തിപ്പെടാൻ പറ്റണമെന്ന് നോക്കണം, വ്യൂ ഉണ്ടാവും നോക്കണം. അപ്പൊ അവിടെ ഞാൻ ഇതില്ലാത്ത സ്ഥലങ്ങളുണ്ടാവും, പക്ഷെ അവിടെ ഒരു പ്രോഫിറ്റ് ലെവൽ നിങ്ങൾ കൂട്ടണമെങ്കിൽ നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് ഉണ്ടാവണം അവിടെ. ഓക്കെ, ക്ലിയർ അല്ലേ? അവിടെ ആക്സസിബിലിറ്റി ടു കസ്റ്റമർ ആൻഡ് എംപ്ലോയി ആൻഡ് ഗുഡ് റോഡ് വിസിബിലിറ്റി. അതായത് കുണ്ടും കുഴിഞ്ഞുള്ള റോഡുകളാവരുത്, അപ്പൊ ആൾക്കാർക്ക് മുഷിപ്പ് വരും വരാൻ. അല്ല, ഞാൻ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്, മനസ്സിലാവണില്ലേ? അപ്പൊ നമ്മൾ അവിടെ നോക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എത്രത്തോളം നമുക്ക് അവിടെ സാധ്യത, പോപ്പുലേഷൻ ഡെൻസിറ്റി, ഇൻകം ലെവൽ എത്ര നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും, വെഹിക്കിൾ ഓണർഷിപ്പിൽ ആൾക്കാർ എത്ര ഉണ്ട്, ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് എങ്ങനെയുണ്ട്. അപ്പൊ അത് നമ്മളിപ്പോ ഏരിയ നോക്കുകയാണെങ്കിൽ ഉദാഹരണം പറയാന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെ ഒരു നമുക്ക് ഇതിന്റെ പെർമിഷൻ എടുക്കാം, എന്തൊക്കെയാണ് അതിൽ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ മിനിമം ആയിട്ട് നോക്കണ ലോക്കൽ പെർമിഷൻസ് ആൻഡ് വെറ്റ്ലാൻഡ് പെർമിഷൻ, ഹൈവേ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ് നോക്കണം. അതായത് പ്രോഗ്രസ് വരാൻ പോകുമ്പോൾ നമ്മൾ സ്ഥലം മാറ്റാനൊക്കെ ഇപ്പൊ നമ്മൾ കുറെ സ്ഥലത്ത് കുറെ ആൾക്കാരെ പൊളിച്ച് നീക്കി, കുറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിട്ടില്ല. അപ്പൊ അങ്ങനത്തെ നോക്കണം. പിന്നെ വെച്ചാല് വാട്ടർ ബോഡീസ് റെസിഡൻഷ്യൽ ഏരിയ, ഇത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. അതായത് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അതായത് ഒരു വീടിന് തൊട്ടടുത്തൊരു വീടുണ്ടെങ്കിൽ, നമ്മൾ വാഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തുണ്ട് തൊട്ടടുത്തൊരു വീടുണ്ടെങ്കിൽ ആ വീടിന് നമ്മൾ വാഷിങ് ഉദ്ദേശിക്കുന്ന ബാൻഡല്ലോ, ആ ബാൻഡ് അവിടുന്ന് ആ വീടിന്റെ ഭിത്തിയിലേക്ക് 10 മീറ്റർ ഡിസ്റ്റൻസ് മിനിമം വേണം. 10 മീറ്ററിന്റെ ഉള്ളിലായി കഴിഞ്ഞാൽ നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് കിട്ടില്ല. അതായത് നമ്മൾ എവിടെയാണ് വാഷിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, നമ്മൾ ഏരിയ അല്ല പറഞ്ഞത്, വാഷിംഗ് ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് ഒരു കോമ്പറ്റീറ്റർ മൈൻഡ് സെറ്റിലല്ല നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത്, ഒരു വിൻ ടു വിൻ, അവരും ജയിക്കണം നമ്മളും ജയിക്കണം. അപ്പോൾ അവിടെ ഒരു പ്രൈസിംഗിൽ ഇപ്പോൾ അവർ ഒരു 500 രൂപ നിങ്ങളൊരു വാഷിംഗ് ഷോറൂം മാനേജ്മെന്റ് ആണ്, അത് തുടങ്ങുന്ന സമയത്താണ് അതിൻ്റെതായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും മൈൻഡ് എന്ത് ചെയ്യണം കറക്റ്റ്. അപ്പോൾ അവിടെ ആദ്യം നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ മണി മാനേജ്മെന്റ് കറക്റ്റ് ആക്കണം. നമുക്ക് ഓരോന്നും വരുന്നത് പ്രൊഫഷണൽസ് ഉണ്ടാവണം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവും, എന്താണിത് അറിയാത്ത കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ അത് നമ്മൾ ഓൾറെഡി നമുക്ക് ഡീറ്റെയിൽ അക്കാദമി പോലത്തെ സ്ഥാപനം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഒരു പ്ലസ് പോയിന്റ് ആണ്, നിങ്ങൾക്ക് അത് അവിടെ പഠിക്കാൻ പറ്റും. ഏറ്റവും സെറ്റ് ഇപ്പോൾ ഒരു സ്കില്ലില്ലാത്ത ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും, 3-4 ദിവസം കൊണ്ട് സ്കില്ലാക്കി ഒറ്റക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ എന്തെങ്കിലും പുറത്തേക്ക് വിടുന്നത്. അപ്പൊ ഒരു നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. പ്ലസ് നിങ്ങൾക്ക് ഒരു 3-4-5 വർഷം സേവ് ചെയ്ത പോലെ ഉണ്ടാവും. അതായത് എൻ്റെ ഒരു 10 വർഷത്തെ കരിയറിൽ ഉണ്ടായ പ്രോബ്ലംസ് എന്താന്നുള്ളതാണ് ശരിക്കും പഠിപ്പിക്കണം. അപ്പൊ ആ തെറ്റുകളെ നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് നിങ്ങളൊരു ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു പ്രൊഫഷണൽ പോലെ ഒരു കോൺഫിഡൻറ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതാണ് വ്യത്യാസം. പിന്നെ കറക്റ്റ് എന്തൊക്കെ ടൂൾസ്, ലേറ്റസ്റ്റ് ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യണം, ഏതാണ് കെമിക്കൽസ്, അതിന്റെ ഡൈലൂഷൻസ് എങ്ങനെ, ആംബിയൻസ് സെറ്റ് ചെയ്യണത് എങ്ങനെ, വർക്ക് ഏരിയ വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, സ്റ്റോക്സ് എന്തൊക്കെ വെക്കണം, മിനിമം ഉണ്ട്. ആ ലോഡിന്റെ മേലേക്ക് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മെഷീൻസ്, അതിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരും. അതൊരിക്കലും കമ്പനിയുടെ പ്രോബ്ലം അല്ല. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, മെഷീൻ എടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഓക്കെ, മെഷീൻ എടുക്കുമ്പോൾ പഴയ മോഡൽ മെഷീൻ എന്താണ്, അതിലെന്തൊക്കെയാണ് വരുന്നത്, അപ്പൊ പുതിയ മോഡാണെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ, ഈസി കണക്ടിങ് നമുക്ക്. Actually, I start this business, you know why? Because in aircraft industry, the first step what we're doing for the aircraft before it's enter the maintenance, the phase, we wash the aircraft. All right. So washing, it's the first. Actually, washing is maintenance, part of maintenance. It's written on the logbook. Washing aircraft, it's maintenance. So interior detailing, what is the contamination detailing and the paint correction detailing, paint protection detailing. Before that, in entering the classroom, we must to learn about what is the 4 pillar of detailing, auto detailing. What is the 4 pillar of detailing is very important. That is a this point actually remind me when I start the business. First car, it took me 5 hours to finish interior detailing. After 3 weeks, 4 weeks of a training, changing the method, everything, it took me 2 hours.
because I understanding that what's right, what I use, how is big, what is the start, what is finish, the system. And the paint thickness, how to check the paint thickness and gauge types of the paint defects, how to improve that, and then also how can solve. And we will see the correct way this type of will come, and what you say the customer, and how to solve everything. And we need to level of polishing, we level of the buffing, what the difference is. The pad mark will come, and the pad will damage very easily. So Okay. very easy. If you use the one panel you can use the other pad. It's very, very important. Yeah, I get your point 100%. Yeah, it's very, very important, because of otherwise The- you. I have seen last one, yeah. Yeah, this is the borough. What this? Very, So very- what you black color for working, white color for show. Yeah, white color for the display room, black color for the detailing. All right, brothers, was interesting actually. Yeah, I will share you the demo. You can use the software. If you are interested, we can proceed that way. Use how many customers were, the customers details, and customer history, customer Yes, yeah, and job card, very easy. You can see the prepaid full details. And Nice. department wise report, monthly report, daily, day book report, everything will come. Nice.